നമസ്കാരം, ഞാൻ ഗോകുസുര. ഞാൻ ഈ പരിപാടി വരാൻ പ്രധാന കാരണം എൻ്റെ അമ്മാവനാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മാവനൊന്നുമല്ല, റോട്ടിൽ കിടന്ന് കിട്ടിയതാണ്. ചെറുപ്പത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാത്തപ്പോൾ റോട്ടിൽ പോകുന്ന ആൾക്കാർ നോക്കി അമ്മ പറയും, മോനെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇതേ ആ മാമൻ വഴക്ക് പറയും കേട്ടാ. അങ്ങനെ അമ്മ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ചതെന്ന് മാമൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഞാൻ ആദ്യം നിയമിച്ച വ്യക്തിയാണ് ഈ മാമൻ. പുള്ളി ആളടിപൊളിയാണ്, പക്ഷെ പുള്ളിയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടം വരും. കാര്യം ആകെ ഉണ്ടായിരുന്നൊരു ഭാര്യ വരെ പുള്ളി ഇട്ടേച്ചു പോയി. നിസ്സാര സംഭവം മതി അമ്മാവന് ദേഷ്യം വരാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനം അവർ തമ്മിൽ വഴക്കൂടിയത് പെട്രോളിന് വില കൂടി പറഞ്ഞ അമ്മാവൻ അമ്മയ്ക്ക് ഒരു അടി കൊടുത്തു. പെട്രോളിന് മാത്രമല്ല ഗ്യാസിനും വില കൂടി പറഞ്ഞ അമ്മയെ തിരിച്ചടിച്ച് പിന്നെ അടിയും പിടിയും ബഹളമായി. അവസാനം അമ്മായി ഇട്ടേച്ചു പോയി. അമ്മാനാണെങ്കിൽ ആകെ സങ്കടമായി, വയ്യാണ്ടായി. പിന്നെ ട്രിപ്പൊക്കെ ഇടേണ്ടി വന്നു. ആശുപത്രിയിലല്ല, ഗോവയ്ക്കാണ് പുള്ളി ട്രിപ്പ് ഇട്ടത്. ഇതൊന്ന് ആഘോഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓൾ ഇന്ത്യ ഒക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോൾ ലഡാക്കിൽ നിന്ന് കുറച്ച് ഉരുളൻ കല്ലൊക്കെ ആയിട്ടാണ് വന്നത്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ പറയുകയാണെങ്കിൽ രാവിലെ നടക്കാൻ പോകുമ്പോൾ പട്ടീനെ എറിയാനാണ്. പുള്ളി രാവിലെ നടക്കാനെന്ന് പറഞ്ഞ് ബൈക്ക് എടുത്തായിരുന്നു. എന്നിട്ട് ഈ നടന്നു പോകുന്നവരുടെ പുറകെ ബൈക്ക് എടുത്ത് എന്നിട്ട് എങ്ങോട്ടാ പോണേ, ലിഫ്റ്റ് വേണോ, ഞാൻ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് അവരെ മാനസികമായി ശല്യപ്പെടുത്തും. അതുപോലെ തന്നെ ചീവീടിനെ പിടിച്ച് ലൗഡ് സ്പീക്കറിനെ എടുത്ത് വെച്ചിട്ട് പാട്ട് കേൾപ്പിക്കുക, വരിവരിയായി നടന്നു പോകുന്ന ഉറുമ്പിന്റെ മുമ്പിൽ റോഡ് ക്ലോസ്ഡിനെതിരെ ബോർഡ് വെക്കുക. ഇതൊക്കെയാണ് പുള്ളിയുടെ ഓരോ ഹോബീസ്. പക്ഷെ എന്നെ എല്ലാ കാര്യത്തിനും പുള്ളി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ബാത്റൂമിലല്ലാതെ വേറെ എവിടെ ഞാൻ പോയാലും പുള്ളി കൂടെ വരും. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പം അമ്മാൻ പറഞ്ഞു, വാടാ നമുക്ക് മുമ്പിൽ പോയി കയറാം. മുമ്പിൽ പോയി കയറി പെട്ടെന്ന് എത്തുന്നു പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ മുമ്പിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഷോ ഇറക്കാന്നുള്ളത് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പുള്ളി കീശന്ന് ഇയർപോഡൊക്കെ എടുത്ത് ചെവി വെക്കുന്നുണ്ട്. സംഭവം ഇയർപോഡൊന്നുമല്ല, എൻ്റെ പഴയ ഹെഡ്സെറ്റിൻ്റെ വള്ളി മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി എടുത്ത് ചെവി വെച്ചേക്കുന്നതാണ്. അങ്ങനെ മുമ്പിലെത്തി ആൾക്കാരുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നടത്തൊക്കെ നടന്നു. അവസാനം പുള്ളി ഒരു 5 ഡയലോഗ് അടിച്ചു. എല്ലാവരും കണ്ടോണം, ഇപ്പം ഞാൻ ട്രെയിൻ കൈ നീട്ടി നിർത്താൻ വേണ്ടി പോകണം എന്നും പറഞ്ഞ് പുള്ളി അവിടെ പോയി കൈ നീട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ വരേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടത്. ആകെ കൂടെ ഒരു പൊടിപടലം, ആൾക്കാരൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് അമ്മാവൻ ധോണി ക്യാച്ച് എടുത്ത് നിൽക്കുന്ന പോലെ കയ്യും പിടിച്ച് നിൽക്കുന്നുണ്ട്. സംഭവം ഞാൻ തൊട്ടടുത്ത് പോയി നോക്കുമ്പോഴാണ് മനസ്സിലായി അമ്മാവൻ്റെ ചൂണ്ടുപേരിൽ ഒടിഞ്ഞു മടങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രെയിനിൻ്റെ തൊട്ട് മുമ്പ് ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അത് അന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇത് അമ്മാവൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാരുടെ മുമ്പ് ഷോ ഇറക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് സങ്കടം പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നപ്പോൾ പുള്ളി ആകെ സങ്കടപ്പെട്ട് എന്നോട് പറയാണ്, എടാ ഇനി എങ്ങനെ ഞാൻ ആൾക്കാർ ചൂണ്ടി കുറ്റം പറയും, തിന്നിട്ട് പല്ലിൻ്റെ ഇടയിൽ കയറി എങ്ങനെ അത് തോണ്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആകെ സങ്കടം. ഞാൻ അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇത് മടങ്ങത്തില്ല, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ കൈയും കൊണ്ട് ഞങ്ങളൊരു കല്യാണത്തിന് പോയി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പന്തിയുടെ ഏകദേശം നടുക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നടുക്കിരിക്കുമ്പോൾ അമ്മ ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ ഈ വിരൽ ഇങ്ങനെയാണ് പോണത്. അപ്പോൾ അമ്മാനാണെങ്കിൽ ഈ സദ്യ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എടാ കൊള്ളാം, പൊളി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിരൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നൊരു ചേട്ടൻ കലിപ്പ് ലുക്കിട്ട് അമ്മാനെ നോക്കുന്നത് ഞാൻ കണ്ടു. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു അമ്മാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ശല്യം ചെയ്ത ആരെങ്കിലാണെന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഒരു 2 മിനിറ്റ് ടപ്പേന്നൊരു ഒച്ച കേട്ട് ഞാൻ അമ്മാനെ നോക്കുമ്പോഴാണ് അമ്മാൻ്റെ മുഖത്ത് സാമ്പാറിലെ കുറച്ച് പച്ചക്കറിയും കറിവേപ്പിലും ഒരു 5 വിരലിൻ്റെ അടയാളം. സംഭവം എന്ന് വെച്ചാൽ പുള്ളി എണീറ്റ് വന്ന് അടിച്ചതാണ്. അടിച്ച അടിയുടെ ആഘാതത്തിലാണോ എന്നറിയില്ല, അമ്മാൻ്റെ ഇലയിൽ കിടന്ന പപ്പടം തെറിച്ച് എൻ്റെ ഇല വീണു. ഞാനാണെങ്കിൽ പപ്പടം തീർന്ന സങ്കടത്തിലിരിക്കുകയായിരുന്നു. കിട്ടിയ പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഊണ് കഴിച്ചതിന് ശേഷം സംഭവം എന്താണെന്ന് തിരക്കിയപ്പോഴാണ് മനസ്സിലായത്. എടാ കൊള്ളാം, പോലീസാണെന്നൊക്കെ പറഞ്ഞ് അമ്മ എടുത്ത് കഴിക്കുമ്പോൾ ഈ വിരൽ നേരെ പോയിന്റ് നിന്ന് പുള്ളിക്കാരൻ്റെ ഭാര്യ കുറച്ച് അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയായിരുന്നു. അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അടി വീണത്. അത് പിന്നെ ഒരിക്കലും അമ്മാനെ ഞാൻ പന്തിയുടെ നടുക്കിരുത്താറില്ല, ഏറ്റവും അവസാനം കൊണ്ടിരുത്തും. ഇപ്പോൾ പ്രശ്നമില്ല. പണ്ട് തെറി പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പം നന്ദി പറഞ്ഞിട്ടാണ് പോണത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മ പോയിന്റ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വിരൽ നേരെ പോയിന്റ് ചെയ്യുന്നത് ചുമരിലൊട്ടിച്ച് വെച്ചാൽ വാഷ് എന്ന് പറഞ്ഞ സ്റ്റിക്കറിലേക്കാണ്. അപ്പോൾ കൈ കഴുകാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തന്നതിൽ നന്ദിയുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾക്കാർക്ക് എണീറ്റ് പോകുന്നത്. അപ്പോൾ അമ്മാവൻ പോലും അറിയാതെ അമ്മാവനൊരു നല്ല മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം.